ആണല്ലോ അല്ലേ? അപ്പം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് നമ്മുടെ എന്ത് പറയാനാണ് വചനത്തിൽ പറഞ്ഞതുപോലെ ഞാനൊരു പള്ളിയുടെ മുന്നിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് സ്ഥലമാണ് എന്താണ് ഇന്ന് കാണാൻ കാഴ്ചയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു പോകാം. എന്തായാലും ഗേറ്റ് ഒന്ന് അടയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് തൊട്ടടുത്തൊരു LP സ്കൂളുണ്ട്. ഒരു ഇത് അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ, ഒരു ക്രിസ്ത്യൻ സ്കൂളാണ് കേട്ടോ ഇത്, എനിക്കങ്ങനെ തോന്നുന്നത്. അത് കഴിഞ്ഞത് നല്ലൊരു കുരിശടിയുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ട റൂട്ട്, ഞാനിതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റൂട്ട് വഴിയാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ എന്തായാലും നമ്മുടെ തുടക്കം പ്രാർത്ഥന നല്ലതാണ് അല്ലേ? പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ആളുമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കേട്ടോ. എനിക്കും വേണ്ടി കേട്ടോ, അതിലുപരി എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു വൈബായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഏതാണെന്ന് ബാക്കി വിശേഷം ഞാൻ വഴിയെ പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും സ്നേഹത്തോട് ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്വാഗതം ചെയ്യുകയാണ്. കാണാ കാഴ്ചകൾ കാണാനായിട്ട് കൂടെ വന്നത് കേട്ടോ. വാങ്ക മാമ, വാങ്ക മാമ, നേരെ ഇങ്ങോട്ട്. പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? പട്ടിയൊന്നുമില്ല. നമ്മുടെ ഈ സ്ഥലമില്ലേ ഇവിടത്തെ, അതിന്റെ അത് ആ സ്ഥലത്തിന് പ്രോപ്പർ എന്താ പറയുന്നത്? ആ വെള്ളച്ചാട്ടം അത് തന്നെ പറയുന്നത് അല്ലേ? നമ്മുടെ നെയ്യാറ്റിങ്കര താലൂക്കാ, മുനിസിപ്പാലിറ്റിയാ? നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റി അല്ലേ? ടൂറിസ്റ്റ് കേന്ദ്രം. അതെ 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 അതെ. താഴെ ഉണ്ടാ ഇത് തന്നെ? നമുക്ക് ഫീസുകൾ അങ്ങനെ വല്ലതും ഉണ്ടോ? ടിക്കറ്റ് ഒന്നുമില്ല. നമുക്ക് വീഡിയോയിൽ പറയണ്ടേ? വീഡിയോയിൽ പറഞ്ഞു പോകണമല്ലോ ടിക്കറ്റ് എടുക്കണോ എടുക്കണ്ടേന്നൊക്കെ. ഒന്നുമില്ല, ടിക്കറ്റ് ഒന്നുമില്ല. ആണോ? അപ്പൊ നമ്മുടെ വീട്ടിൽ സ്വാതന്ത്ര്യമായിട്ട് കയറി പോകുന്നത് പോലെ നമുക്ക് പോകാന്നാണ് നമ്മുടെ ചേട്ടന്മാർ പറയുന്നത്. കാരണം ടിക്കറ്റ് എടുക്കേണ്ടതില്ല. അപ്പൊ ഏത് സ്ഥലമാണ് എന്താണെന്ന് അവരെല്ലാവരും പറഞ്ഞ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് മനസ്സിലായി കാണും. അപ്പം നമുക്കിനി അങ്ങോട്ട് പോകാം. എങ്ങനെ, അടിപൊളിയാണോ സ്ഥലം? അടിപൊളിയാണോ? അടിപൊളിയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ പ്രാർത്ഥിച്ച് ഞാൻ എന്ത് പറയാനാ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങി മീൻസ് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം വളവളാന്ന് സംസാരിച്ച് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലം വെളിയങ്കോട് എന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് മാമ്പഴക്കരയിലും, അങ്ങോട്ട് ഞാൻ അവിടെ നിന്ന് വന്ന വഴി നമ്മുടെ പള്ളിയൊക്കെ കണ്ടില്ലേ, അത് വെളിയങ്കോട് എന്ന് പറയുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഈ റൂട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പം വീണ്ടും ഞാൻ എന്ത് പറയാനാണ്, നല്ല അടിപൊളിയായിട്ടുള്ള വൈബായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇന്നും ഞാൻ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ, അടിപൊളിയാന്നേ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം, എൻ്റെ സുഹൃത്തുക്കളും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് പറയണം. വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ്. ബാക്കി കാഴ്ചകൾ, കാഴ്ചകൾ അവിടെ പോയിട്ട് നമുക്ക് കാണാം കേട്ടോ, ഒരുമിച്ച് കാണാന്നേ. അപ്പം പിന്നെ കൂടെ വന്നോളൂ കേട്ടോ. പിന്നെ നമുക്ക് ഒരു കുത്തിറക്കമാണ് കേട്ടോ ഇനിയുള്ള ഒരു വഴി. ഞാൻ നിന്ന് ആദ്യം സംസാരിച്ചില്ലേ, അവിടെ നിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, ഇറക്കം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഭാഗം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നാണ് എനിക്കും തോന്നുന്നത്. നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ അവിടെ നിന്ന് ചേട്ടന്മാരൊക്കെ അങ്ങനെയാ പറഞ്ഞല്ലേ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ കുത്തിറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു വീടാണ് കാണാൻ സാധിക്കുന്നത്. എനിക്ക് ഇത് അങ്ങോട്ട് വീടൊന്ന് കാണിച്ചു കൊടുത്തേടാ. കണ്ടോ, ഒരു ആൻറ്റിയൊക്കെ വെളിയിൽ നിൽക്കുകയാണ്. എന്തായാലും കുറേ ദൂരം കൂടെ വണ്ടി പോകും, വണ്ടി സൗകര്യമുണ്ട്. റോഡ് വളരെ മോശമാണ് കേട്ടോ. അതേ കണ്ടോ അങ്ങോട്ട്, ഞാൻ അതുകൊണ്ട് ഇറങ്ങി നടക്കുകയാണ്. കണ്ടോ റോഡ് ഭയങ്കര ഇതാണ്ട്, മഴ കെടുതിയും കൂടെ ആയപ്പോഴേ റോഡ് വളരെ മോശമായിട്ട് കിടക്കുകയാണ്. അപ്പം നമുക്ക് കാഴ്ചകൾ കാണണമെങ്കിൽ വണ്ടിയിൽ പോയിട്ട് കാര്യമില്ല അല്ലേ, നടന്ന് തന്നെ പോകണം. അപ്പം പിന്നെ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്, വീണ്ടും വന്നോളൂ കേട്ടോ. അതെ, അപ്പം പിന്നെ ഈ ഈരാറ്റിൻപുറം എന്ന സ്ഥലത്താണ് ഞാനുള്ളത് കേട്ടോ. അടിപൊളിയായിട്ടുള്ള വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ്. അതും വീണ്ടും പറഞ്ഞു പോകുകയാണ്. എന്ത് പറയാനാണ്, നമ്മൾ ഇനി ഉള്ളിലോട്ട് പോകാം കേട്ടോ. ഇവിടെ വരുമ്പോൾ നല്ല പാർക്ക് പോലെയൊക്കെ ഒരു സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ഇക്കോ ടൂറിസം ആണ്, ഒരിക്കൽ കൂടെ പറഞ്ഞു പോകുകയാണ്, ഇതൊരു ഇക്കോ ടൂറിസം ആണ്. അപ്പം ഇത് വഴിയാണ് നമുക്ക് ഉള്ളിലോട്ട് പോകേണ്ടത് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, ഈ കരിങ്കല്ലൊക്കെ ഇങ്ങനെ നല്ല അടുക്കി മതിൽ കെട്ടില്ലല്ലേ, നല്ല രസമുണ്ട്. വെറൈറ്റി ആയിട്ട് തോന്നുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇത് കഴിഞ്ഞ് ഇത് വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അതെ, നെയ്യാറ്റിങ്കര നഗരസഭ പരിധിയിലുള്ള നമ്മുടെ ഹരിത വിനോദ സഞ്ചാര കേന്ദ്രത്തിലേക്കാണ് ഞാനും നിങ്ങളും ഇന്നുള്ളതല്ലേ. അപ്പോൾ ഇത് എന്ത് പറയാനാണ്, അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആണ്.
2021 ഫെബ്രുവരി 21 നമ്മുടെ ഈ പാർക്ക് പൂർത്തീകരിച്ചത്. ഇതൊരു ഇക്കോ ടൂറിസമാണ്. വീണ്ടും പറഞ്ഞു പോകുകയാണ്, നമ്മുടെ തിരുവനന്തപുരം ജില്ലയും കൂടെയാണ് കേട്ടോ. ദേ, ഇല്ലിമുളങ്കാടുകളിൽ അല്ലലലം പാടി വരും തെന്നലേ മുളം തെന്നലെ എന്ന് പറഞ്ഞതുപോലെ മുളങ്കാട്ടിന് നടുക്കാണ് ഞാനുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇത്. നമ്മുടെ വന്ന് കയറിയ ഒരു പോർഷനാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ കണ്ടോ, മുളങ്കാട് മാത്രമാണ് അവിടെ ഉള്ളത്. ഇതേ നോക്കിക്കേ, അങ്ങോട്ട് കണ്ടോ, നല്ല രസമുണ്ട്. ഏതാണ്ട് 5 വർഷത്തോളം ആയിട്ടുണ്ട് ഇതൊരു ഇക്കോ ടൂറിസം ആയിട്ട്. അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ഈരാറ്റിൻപുറം. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ഇരിപ്പിടങ്ങളുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന്, അതായത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവിടം വരെ എത്തിപ്പെടാനായിട്ട് 26 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അതും കൂടെ ഞാൻ പറഞ്ഞു പോകുകയാണ്. ഫാമിലി ആയിട്ട് വരിക. നമ്മുടെ ഇവിടെ ഇരുന്ന് ഇരിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത്, ഇരിക്കാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു വാട്ടർഫാൾസ് കാണാനാണ് നിങ്ങളെ ഞാൻ ഫസ്റ്റ് മുതലേ ക്ഷണിച്ചു കൊണ്ടുവന്നത്. അങ്ങോട്ടൊന്ന് നോക്കിക്കേ, അടിപൊളിയാണ് കേട്ടോ. മഴ കെടുതി ആയതുകൊണ്ട് ഒരുപാട് വെള്ളമുണ്ട്. കാണാ കാഴ്ചയ്ക്കാണെങ്കിൽ സൂപ്പറാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല രസമുണ്ട്. നമുക്ക് ഇവിടെ നിന്നും കൊണ്ട് ഇതേ ഈ വെള്ളച്ചാട്ടമൊക്കെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റും. വീണ്ടും ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഒരു കാര്യം പറഞ്ഞു പോകുകയാണ്, അപകട മേഖലയാണ്. ഒന്നത് മഴ ടൈമും കൂടെ ആയതുകൊണ്ട് ടീനേജ് മക്കളെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, കെയർഫുള്ളായിട്ടിരിക്കുക. ദൂരെ നിന്നും കൊണ്ട് കാഴ്ചകൾ കാണുക. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഒരു വല്ലാത്തൊരു വൈബ് തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ട്. നമുക്കിനി കുറച്ച് ഭാഗം കൂടെ കണ്ടിട്ട് വീണ്ടും മടങ്ങി വരാം. മുളങ്കാടിന് ഇടയിലൂടെ ഒഴുകി വരുന്ന ആ വെള്ളം നിങ്ങളൊന്ന് നോക്കിക്കേ, അടിപൊളിയാണല്ലേ. നമുക്ക് കണ്ടു നിൽക്കാൻ എന്താണ് ഭംഗി, ആസ്വദിക്കാനും അറിയാന്നുള്ളവർക്ക് അത് ഒരു ആസ്വാദനം തന്നെയാണ്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണാനായിട്ട്. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറഞ്ഞു പോവുകയാണ്, കമൻറ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. അതെ, അപ്പൊ പിന്നെ കാഴ്ചകൾ തീരുന്നില്ല. നമ്മൾ ഏതാണ്ട് മുളങ്കാടൊക്കെ കണ്ടു കഴിഞ്ഞല്ലേ, അതുവഴി മെയിൻ പോർഷൻ ഇത് തന്നെ കേട്ടോ. മെയിൻ പോർഷനിൽ നിന്ന് പെട്ടെന്ന് കയറി വരാൻ പറ്റും. ഇതുവഴി നല്ല രസമുണ്ട്. ഒരു കുഞ്ഞ് എന്ത് പറയാനാണ്, ഇത് ടെയിലൊക്കെ ഇട്ട, ടെയിലല്ല നമ്മുടെ എന്തോന്ന് ഇൻ്റർലോക്കൊക്കെ ഇട്ട ഒരു വഴിയും നല്ല കൈപ്പിടിയുള്ള, അതെ കണ്ടോ, ഇങ്ങനെ 2 സൈഡിലും കൈപ്പിടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി കുറച്ച് ദൂരം കൂടെ പോകുമ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം കേട്ടോ. ദൂരം കൂടെ പോകുമ്പോൾ നമുക്ക് അങ്ങറ്റം നമ്മൾ വന്ന ആ വഴിയുടെ ഏതാണ്ട് ഒരു പോർഷൻ വരെ എത്തും കേട്ടോ. അതെ, അപ്പൊ പിന്നെ ഡേഞ്ചർ സോൺ എന്ന് എവിടെ എഴുതി ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അപകട മേഖല എന്നാണ്, സൂക്ഷിക്കുക. ഇവിടെ നിരവധി പേര് മരണപ്പെട്ട സ്ഥലവും എന്ന് കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ജാഗ്രത പാലിക്കുക. മദ്യപാനം, സിഗരറ്റ് വലി കർശനമായി നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം അപകട മേഖലയാണ്, ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടെ തന്നെയാണ്. ഞാൻ ഓൾറെഡി ആദ്യമേ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് കാണാം കാഴ്ചകൾ, ഒരടി മാറി നിന്ന് കാഴ്ചകൾ കാണുക കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് വെള്ളച്ചാട്ടമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. എനിക്ക് നീന്തൽ അറിയില്ല, അതുകൊണ്ട് ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങത്തുള്ളൂ. ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ അതും ചെയ്യത്തില്ല, ഇറങ്ങത്തില്ല. കാരണം നീന്തൽ അറിയില്ല കേട്ടോ, അതുകൊണ്ടാണേ. അപ്പോൾ ഇതുവഴി നമുക്ക് അങ്ങോട്ട് താഴോട്ട് പോവാം. നമ്മളെ പ്രദേശവാസികളൊക്കെ ഇവിടെ കുളിക്കാനൊക്കെ വരും കേട്ടോ. അപ്പോൾ അതെ, നമുക്ക് കുഞ്ഞ് ഈ പാറക്കെട്ടിൻ്റെ ഇടയിലൂടെ നമുക്ക് ചാടി ആ മെയിൻ വാട്ടർഫാൾസ് കാണാനായിട്ടാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടോ. അപ്പം അതൊക്കെ സൂക്ഷിക്കുക. ഞാൻ വീണ്ടും പറഞ്ഞു പോകുകയാണ്, മഴ ടൈമും കൂടെ ആയപ്പോഴേ തെന്നലുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും ഉരുണ്ടെങ്കിലും അങ്ങ് എത്തും കേട്ടോ. ഇനി നമുക്ക് ചെരുപ്പ് ഇവിടെ ഊരിയിടാം. കാരണം ചെരുപ്പ് ഇട്ടും കൊണ്ട് അപ്പുറത്ത് എനിക്ക് പറ്റത്തില്ല, തെന്നലുണ്ട്. പാറ ചറുക്കും. ഈ പോർഷനിലൂടെ നമുക്ക് കയറി പോവാം. നല്ല രസമുണ്ട് കേട്ടോ. വാ, അടിപൊളി കേട്ടോ, സൂപ്പർ അടിപൊളിയാണേ. ഡേഞ്ചർ സോണാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എങ്കിലും ഇവിടെ നിന്ന് നമുക്ക് കാഴ്ചകൾ കാണാം കേട്ടോ. അപകട മേഖലയിലുള്ള ഒരു ബോർഡാണ് അവിടെ വെച്ചിട്ടുള്ളത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, കാഴ്ചകൾ കാണാനായിട്ട് വരിക.
ഒരടി മാറി നിന്ന് വീണ്ടും പറഞ്ഞു പോവുകയാണ്. കാഴ്ചകൾ കാണുക. അടിപൊളി ഒരു പ്ലേസ് ആണ് നമ്മുടെ ഈരാറ്റിൻപുറം. വീണ്ടും പറഞ്ഞു പോവുകയാണ്. നെയ്യാറ്റിൻകര നഗരപരിധിയിലുള്ളതാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. എങ്ങനെയുണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കൾ? ഇഷ്ടപ്പെട്ടാൽ കമന്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ്. ഞാൻ വീണ്ടും പറഞ്ഞു പോവുകയാണ്, അടിപൊളി സ്ഥലമാണെന്നേ. എനിക്ക് ഇനി ഇതിൽ കൂടുതൽ പറയാൻ അറിയില്ല. എനിക്കിഷ്ടമാണ്, ഇഷ്ടമാണ്, ഇഷ്ടമാണ് കേട്ടോ. സൂപ്പറാന്ന്. നല്ല തളർന്നിട്ടുണ്ട് കേട്ടോ. കുറേ ദൂരം നടന്ന് കാണാ കാഴ്ചകൾ കണ്ട് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈരാറ്റിൻപുറം റോക്ക് പാർക്കിനോട് വിട പറഞ്ഞ് ഞാൻ പോവുകയാണ്. നല്ല വിശപ്പുണ്ട്, പറയാണ്ടിരിക്കാൻ വയ്യ. അടുത്ത പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഓടി എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. പോയിട്ട് വരാണ് കേട്ടോ.